വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പനീർ ബട്ടർ മസാലയാണ്. പാനിലേക്ക് ഓയിൽ ഒഴിക്കാം. 3 സവാള ചെറുതായി കൊത്തിയരിഞ്ഞത് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് 2 തക്കാളി ചെറുതായി എരിഞ്ഞത് ചേർക്കാം. ഒരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു ബേ ലീഫ് ചെറുതായി മുറിച്ചിടാം. ഒരു ഏലക്കായ, 2 കരയാമ്പൂ പട്ട, ഒരു ചെറിയ കഷ്ണം, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം, ലോ ഫ്ലെയിമിലിട്ട്. ഇപ്പം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. സവാളയും തക്കാളിയൊക്കെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് വഴന്നു വരാനുണ്ട്. ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിലേക്ക് അല്പം വെള്ളം ഒഴിക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം നമ്മളുടെ സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചിയും ബേ ലീഫൊക്കെ എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ വഴറ്റി വെച്ച ഈ സവാള, പച്ചമുളകും തക്കാളിയൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നരച്ചെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 3 സ്പൂൺ ബട്ടർ ഇടാം. 2 പച്ചമുളക് ചേർക്കാം. ഇപ്പം നമ്മൾ ഫ്ലെയിം ലോയിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം, ആ പച്ചമുളകിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ. അതിലേക്ക് 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പം നമുക്കൊരു നാച്ചുറൽ കളർ കിട്ടും. നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നന്നായിട്ട് അതൊന്ന് സോട്ട് ചെയ്യാം. ഇപ്പം മുളകൊക്കെ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ അരച്ചു വെച്ച ആ പേസ്റ്റ് നമുക്കിതിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റും കൂടെ വേവിക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം നമ്മളുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 200 ഗ്രാം പനീർ ചേർക്കാം. ചെറുതായി മുറിച്ചതാണ് പനീർ. ഇനി പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിലേക്ക് 1 സ്പൂൺ കസൂരി മേത്തി, 1/2 സ്പൂൺ ഗരം മസാല, കുറച്ച് ഉപ്പ്, ഒരു പിഞ്ച് പഞ്ചസാര. ഇനി അത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി പനീർ ഒന്ന് കുക്കായി കിട്ടാൻ നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടി വേവിക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പനീറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്ക് ഗ്രേവിയായി. ഇപ്പം നല്ല കസൂരി മേത്തിയുടെയൊക്കെ സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കാം. കുറച്ച് മല്ലിയില. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മളുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.